ഇവനും തന്നെ കണ്ടിട്ട് നിൽക്കാത്തത് എന്താണോ എന്താ കാര്യം? വരുന്ന വഴിക്കൊരു മരണ വീട് കണ്ടായിരുന്നല്ലോ. അവന്റെ ആരെങ്കിലും ആയിരിക്കും മരിച്ചത്. എന്നാലും അവൻ എന്നെ കണ്ടൊന്ന് തിന്നൂടെ? ഞാൻ ആ മരണ വീട്ടിൽ കയറി ഒന്ന് നോക്കേണ്ടതായിരുന്നു. ഇവനൊക്കെ പൊട്ടന്മാര് തന്നെ. നിന്റെ അടുത്തല്ലേ നിൽക്കാൻ പറഞ്ഞത്? ആര്? ഞാനാ? പിന്നെ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഇരിക്കണം? എടാ, നിന്റെ അടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തോ നീ പറയണത്? നിങ്ങൾക്ക് ആള് മാറിപ്പോയാ? ഞാൻ ഭാസ്കരൻ. ഭാസ്കരാ, നിന്നെ ഞാൻ അവിടെ ഒരു വെള്ളമുണ്ട് പുതപ്പിച്ച് കിടത്തിയിരുന്നു, ഇല്ലേ? ഇല്ലേ? ഇനി കുറച്ച് ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. ഉണ്ടോ? ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. പാടുള്ളൂ. ഏത് മുണ്ട്? ഏത് ചടങ്ങ്? യവനെ ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കിക്കേ. നീ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടോ? കണ്ടു. അത് നിന്റെ വീടല്ലേ? അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നിയില്ലേ? അതൊരു മരണ വീടല്ലായിരുന്നു. ആണ്. സിമ്പിൾ. ആര് മരിച്ചത്? നീ ഇട്ടിരിക്കുന്നത് വെള്ളമുണ്ട്, വെള്ള ഷർട്ട്. ഊഹിച്ചൂടെ? എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, നീ അവിടെ കിടന്നോ, എങ്ങോട്ടും എഴുന്നേറ്റ് പോകണ്ട എന്ന്. എനിക്ക് കുറച്ച് ആൾക്കാരെ കൂടെ വിളിക്കാനുണ്ടെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. ഓടിക്കോ ഓടിക്കോ, തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടി വരും. സത്യം പറ, നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നോ? സമയാവുമ്പോ നീ അതൊക്കെ അറിഞ്ഞോളൂ. എന്നാ ചുരുക്കത്തിൽ ഞാൻ പറയാം കേട്ടോ. അതായത് നീ ചത്ത്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ പഠിപ്പിച്ച് നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ, അപ്പൊ നിങ്ങളാണ് ആ കാലൻ? കാലന? അതാര്? ഓ, ആ ബീഫിന്റെ പുറത്ത് കയറി വരുന്ന ചേട്ടൻ. ആരടാ നിന്നെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചത്? എന്ന് വെച്ചാൽ അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനാണ്. അല്ലെങ്കിൽ മുകളിലെത്തുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ബാ. അയ്യോ, ഇത് സ്ഥലം എസ് ഐയുടെ വീടല്ലേ? അതിന് നമ്മളെ രണ്ടുപേരും ഇവിടെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. നീ എന്തോ പറയണത്? അപ്പോ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. എന്തരോ എന്തോ. അല്ല ബോസേ, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? നീ എവിടെയാണ് പോയി കിടക്കണത്?
അങ്ങ് ഇവിടെ ഓടിച്ചാടി കളിക്കാൻ വന്നതാണോ അതെവിടെ യവന്മാരുടെ ലിസ്റ്റ് എടുക്കാൻ വന്നതാണോ? ഞാൻ ഈ കണ്ട ഓട്ടമല്ല ഓടുന്നതേ നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമാണ്. നിങ്ങളുടെ മുതുകിൽ ഒട്ടിച്ചേക്കാൻ മുകളിൽ ഒരു സാധനം വന്നത് ഓർമ്മയുണ്ടോ? യുവമാരും ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അത് നിങ്ങളുടെ മുതുകിൽ ഒട്ടിച്ചേച്ചിരുന്നെങ്കിലോ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. എന്റെ മുതുകിലെ ചിറകിന്റെ കാര്യമല്ലേ നീ പറയണത്? അത് വെക്കണത് കുറച്ച് കഷ്ടപ്പാടാണ്. അത് വെച്ച് ഇരിക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല. ചെറുതും വെച്ചോണ്ട് ഒന്ന് മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് വെച്ചാൽ അത് നടക്കൂല. ഇനി വല്ല വേട്ടക്കാരന്മാരെ കണ്ടാലോ വെടി വെച്ച് വിടുമോ എന്നുള്ളൊരു പേടി. എന്നാലും നിനക്ക് വല്ല നിർബന്ധമാണെങ്കിൽ നാളെ പോലെ വയ്ക്കാം. വെച്ചാ കൊള്ളാം, അല്ലെങ്കിൽ അവന്മാരും മരിക്കും, അവന്മാരുടെ പിന്നാലെ ഓടി ഞാനും മരിക്കും. ആ ഓടിപ്പോയ ആര്? ഓടിപ്പോയവൻ ശശി 1/2 മണിക്കൂർ മുമ്പ് ചത്തു. അവനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അവൻ എണീറ്റ് ഒറ്റ ഓട്ടം. നീ സമയം കളയാതെ അവനെ പിടിച്ചിട്ട് വാ. അവനെ എനിക്കറിയാം. നിങ്ങൾ കൂട്ടുകാരാ? കൂട്ടുകാരായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടമായി. അതിനുശേഷം പിന്നെ കണ്ടു ബോസ്. എന്ത് തിരിച്ചു വന്നത്? അപ്പോ ഇപ്പൊ 2 പേരായല്ലേ? 2 പേരായേ ഉള്ളൂ. നീ എന്ന് വീട്ടിൽ എത്താൻ പറ്റൂല? തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് വെച്ചാ അവനാണ് ശാർങ്ങധരൻ. നമ്മുടെ ലിസ്റ്റിലുണ്ട്. ആ, ശാർങ്ങധരൻ. എന്ത് ധരണം ആയിക്കോട്ട് പോട്ടെ, പെട്ടെന്ന് പോയി പിടിച്ചോണ്ട് വാ. ചക്കര എവിടെ പോണു? എന്റെ മാമന്റെ വീട്ടിൽ പോണു. എന്തിന്? മാമന്റെ മോളെ കാണാനാ? എങ്ങനെ മനസ്സിലായി? മര്യാദക്ക് പൈസ മാമന്റെ മോളെ കാണാനാ? പിടിച്ച് ലിസ്റ്റ് കേട്ടാ. എന്തോന്ന് ലിസ്റ്റ്? PSC ലിസ്റ്റാ? ഈ ഭാഗമാണ് എനിക്ക് പിടിക്കാത്തത്. ഓരോരുത്തരും പകുതി മനസ്സിലാക്കിക്കുന്ന കാര്യമാണ് പ്രയാസം. ഞാൻ പറഞ്ഞു കൊടുക്കാം. മാമന്റെ മോളെ കാണാനേ ഉച്ചക്കല്ല പോണ്ടത്, അല്പം ഇരുത്തിയിട്ട് പോ. അങ്ങോട്ട് മാറിയില്ലേ? അതായത് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അവന്റെ മോളെ കാണാൻ ഉച്ചയ്ക്ക് പോയ കുഴപ്പമൊന്നും ഞാൻ പണ്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്നല്ലേ. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് പറയാം. സ്റ്റോപ്പ്. എനിക്ക് പറയണമെന്നില്ല. എനിക്ക് സന്തോഷം ഇഷ്ടമല്ല. എന്റെ ജീവിതം സങ്കടം കൊണ്ട് നിറഞ്ഞതാണ്. എന്നാ പിന്നെ എല്ലാവർക്കും പിരിഞ്ഞു പോയാലോ? ഞാൻ ഇയാൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ഒന്ന് സഹകരിക്കും പ്ലീസ്. നിന്റെ ജീവിതം സങ്കടം കൊണ്ട് നിറഞ്ഞതാണെങ്കിലും ഇനി ഒരു സന്തോഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടമില്ല. ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും മോനെ കേട്ടേ പറ്റൂ. എനിക്ക് പേടി. അയ്യോ, അവന് തിരി കുപ്പിപ്പാല് വാങ്ങിച്ചു കൊടു. നീ എവിടെ പോണ്ട? കുപ്പിപ്പാലെടുക്കാൻ പോണു. നീ നമ്മളെ കുപ്പിയിലൊന്നും ഇറക്കാൻ നോക്കണ്ട, ഇങ്ങോട്ട് വേടാ. നമുക്ക് ഇവന്മാരെ കൊണ്ട് നമ്മുടെ സ്ഥലത്ത് പോയാലോ? എനിക്ക് ഭ്രാന്ത് പിടിക്കണം. നിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അറിയാം. കഴിഞ്ഞ കത്തില് അവൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെയും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവാ. എനിക്ക് പേടി. അപ്പൊ ശരി, എല്ലാവരും പോവല്ലേ? എങ്ങോട്ട് പോണു? വീട്ടിൽ പോയി ഒരു ഗുളിക കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ വഴിക്കോ. ഇതുവരെ ഒരു ഗുളിക മുടക്കിയിട്ടില്ല. എങ്കിൽ ഞാനും വരാം, എനിക്കും പകുതി കൊടുക്കാം. മക്കളെടാ മോനെ, നീ ഗുളിക കഴിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. കണ്ടല്ലേ, നീയാണ് അവിടെ വെള്ളം കൊണ്ട് പോയിച്ച് കിടക്കണത്. ആര്? എവിടെ? തമാശയൊക്കെ മതി, എല്ലാരും കൂടെ വന്നേ. അപ്പൊ ഇനി പൈസ ഇടപാടൊന്നും ഇല്ലല്ലോ. വാ 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 വാ. ആര് വെള്ളം കൊണ്ട് പുതച്ച് കിടക്കണ്? എനിക്ക് പേടി. Pedaluna, 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 pedaluna.
Pedalo, Rafa, mis para pedalo,